നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ അന്വേഷിച്ച് ഞാൻ അവിടെയൊക്കെ നടക്കുമായിരുന്നു. നിങ്ങൾ ഞങ്ങളെ നോക്കി നടന്നോ അതോ ആരുടെയും പേഴ്സോ ചെയിനോ മൊബൈലോ തരത്തിന് കിട്ടിയാ അടിച്ചു മാറ്റാനുള്ള നടപ്പാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. വാ വാമേ വന്നിരിക്കേ. വാ 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 അമ്മേ, അങ്ങോട്ട് നീങ്ങി അമ്മ. എവിടെ പോയി നിങ്ങളുടെ പേരക്കുട്ടികളൊക്കെ? അവര് രണ്ടുപേരും ഞാൻ റെഡിയാവുന്നതിന് മുമ്പേ റെഡിയായിട്ട് പോന്നല്ലോ. നിന്റെ അടുത്ത് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചെ. അവരിത് എവിടെ പോയി? ഇവിടെ വന്നപ്പോ തൊട്ട് രണ്ടെണ്ണത്തിനെയും കാണുന്നേ ഇല്ലല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ, ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കും. വർത്താനം കേട്ടോ ഏതോ കൊച്ചു കുഞ്ഞുങ്ങളെ കാണാതായ പോലെയാ. കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നെങ്കിലേ കണ്ടുപിടിക്കാൻ എളുപ്പാ. എന്ന പ്രായമായ ചെറുപ്പക്കാരെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാട് തന്നെയാ. പറഞ്ഞത് മനസ്സിലായോ? ആ മനസ്സിലായി മനസ്സിലായി. അവരെവിടെയാണെന്ന് ഫോൺ വിളിച്ചു ചോദിക്കും. ദാ അമ്മോ, നമ്പർ കുത്താൻ നോക്കിയിട്ട് നമ്പറൊന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ തേഞ്ഞു പോയെന്ന് തോന്നുന്നല്ലോ. ഏത് ബട്ടണിൽ ഏത് നമ്പറാന്ന് പോലും കാണാൻ പറ്റുന്നില്ല. എടാ നിങ്ങൾ എവിടെയാടാ ഇരിക്കുന്നത്? ഞങ്ങള് മണ്ഡപത്തിലുണ്ട്, ഇങ്ങോട്ട് വാ. ആ ശരി ശരി, ആ ഇപ്പൊ വരാന്ന്. കനകം, കല്യാണം എന്താ അവിടെ നടക്കുന്ന? അങ്ങോട്ട് നോക്ക്. എന്തിനാ അവരെയൊക്കെ നോക്കി പേടിപ്പിക്കാൻ നിൽക്കുന്നേ? ഞാൻ ആരെയും നോക്കി പേടിപ്പിക്കുന്നില്ല. അവളെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല. എന്റെ എത്ര നല്ല സാരി അവളെ നശിപ്പിച്ചു കളഞ്ഞു. പട്ടുസാരി നശിപ്പിച്ചെന്നോ? അവൾ എന്ത് ചെയ്തെന്നാ? ഒരു തട്ടില് മഞ്ഞളും കൊണ്ടുവന്ന് എന്നെ അഭിഷേകം ചെയ്തു. എന്നിട്ട് നീ അവളെ വെറുതെ വിട്ടോ? നീ അവളുടെ കയ്യിന്ന് കാശൊന്നും മേടിച്ചില്ലേ? ഒന്ന് ചുമ്മാരി, വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ചുമ്മാ ഇരികേറ്റി വിടുക. നിങ്ങൾ ഇതുപോലെയൊക്കെ പെരുമാറാൻ തുടങ്ങിയാണ്ടല്ലോ ഈ നാട്ടുകാർ നമ്മളെപ്പറ്റി എന്തൊക്കെ പറയുമെന്നറിയും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ നല്ല പേരാണല്ലോ. എന്തോ അബദ്ധം പറ്റി, അതൊന്ന് കഴുകിയാൽ ശരിയാവും. അതിനാണ് ഈ കാശ് വാങ്ങുന്ന കാര്യമൊക്കെ പറയുന്നത്. അതും പലിശയായിട്ട് തന്നെ കിട്ടിയതല്ലേ. നിങ്ങളെന്താ എന്നെക്കാളും അവൾക്കാണല്ലോ സപ്പോർട്ട് അടിക്കുന്നത്? അയ്യേ, അത് ആരാന്നൂലും എനിക്കറിയാൻ പാടില്ല. വന്നപ്പോ മുതൽ അവരോട് വെറുതെ എന്തിനാ ശത്രുത കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ചിലരുടെ മോന്ത കാണുമ്പോ ഒരു കാര്യമില്ലേലും തന്നെ ദേഷ്യം വരും. ഇവളും അതില് പെട്ട ഒരുത്തി തന്നെ. അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്. ഇഷ്ടപ്പെടുന്നില്ലല്ലോ, എങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? വിട്ടേക്ക്. അമ്മേ, എവിടെയായിരുന്നടാ ഇത്രയും നേരം നിങ്ങള്? എവിടെയും പോയിട്ടില്ല അമ്മേ. ഇവിടെ ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ സംസാരിച്ചോണ്ട് നിന്നതാ. ഇവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളെ രണ്ടുപേരും ഞാൻ കണ്ടതേ ഇല്ലല്ലോ. ഒന്നുമില്ലമ്മ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മണ്ഡപം വിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോലും പോയില്ല. എടാ പിള്ളേരെ, ഇവിടെ എങ്ങാൻ വന്നിരിക്കടാ. നിന്നെയൊക്കെ കാണാനായിട്ട് ഏതോ പെമ്പിള്ളാരെ കാണാതായ പോലെ നിന്റെ അമ്മ ആകെ പേടിച്ചിരിക്കുക. രണ്ടുപേരും ഇവിടെ വന്നിരിക്കുക. ഗോവിന്ദ അവിടെ ഇരിക്കും. എന്തിനാ അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നത്? നമ്മുടെ ആളുകള് വാ പോവാ. आचम्यानन्तरं हस्तो प्रक्षाल्य ओम गणानां त्वा गणपतिं हवामहे कविं कवीनामुपमश्रवस्त्वं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन्नोति विश्वेदसादनं गुरुर्ब्रह्मा गुरुर्विष्णुः गुरुदेवो महेश्वरः. അപ്പോഴേ കല്യാണപ്പണിനെ വിളിച്ചോളൂ. മുഹൂർത്തത്തിന് സമയമായിരിക്കണോ? ഈശ്വരി, പോയി മോളെ വിളിച്ചോണ്ട് വാ. മുഹൂർത്തം എടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് നിൽക്കണേ. അത് എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. കല്യാണ പെണ്ണിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നതിന് മുൻപ് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാനൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി വന്നതാ. നമ്മൾ പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നടക്കണം.
എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും. ശരിയാണ്, ഇതുവരെ എല്ലാം നന്നായിട്ട് നടന്നു. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം കൂടി മറക്കണ്ട. എന്റെ മോൻ നിങ്ങളുടെ മോളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപായിട്ട് തരാമെന്ന് പറഞ്ഞ സ്ത്രീധനം കൃത്യമായിട്ട് തരണം. ഉറപ്പായിട്ടും അതെല്ലാം കൃത്യമായിരിക്കും. ഈശ്വരി, ആ ബാഗ് എടുത്തോണ്ടോ. ശരി ഏട്ടാ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ വിഷമമൊന്നും വേണ്ട. എല്ലാം കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു പോയതുകൊണ്ടാ. കൃത്യമാണെങ്കിൽ പിന്നെ വേറെ വിഷമമൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ അതെ, ഞങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാ. $10 ലക്ഷം മൊത്തം ഇതിനകത്ത് തന്നെ ഇല്ലേ? നിങ്ങൾ ഏൽപ്പിച്ച ബാഗ് അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾ തുറന്നു നോക്കിക്കോ. ശരി, നീ പോയി മോളെ വിളിച്ചുകൊണ്ടുവാ. ആ. ശരി. ഇപ്പൊ തന്നെ അങ്ങ് തന്നേക്കട്ടെ. ഇല്ല, ഇപ്പൊ വേണ്ട, കുറച്ചു നേരം കൂടെ കഴിയട്ടെ. ആദ്യം പെണ്ണ് വരട്ടെ, അതിനുശേഷം വാങ്ങാൻ സമയമുണ്ടല്ലോ. ശരി. നമ്മള് കുറച്ച് ലേറ്റ് ആയെന്ന് തോന്നുന്നേ. അതെ അതെ, എന്ത് ചെയ്യാനാ, പയ്യൻ നമ്മുടെ കൂടെ വരുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാ. അവൻ വരണമെങ്കിൽ ഇനിയും ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. സമയത്ത് തന്നെ വരുമല്ലോ അല്ലേ? ആ വരും വരും. ആ വാ വാ. ആ സെൽവി ചേച്ചി. ആ മാളവികേ, വാ മോളെ. ചേച്ചി, ഞാനൊരു കല്യാണാലോചന പറഞ്ഞിരുന്നില്ലേ? ആ. ഇത് പയ്യന്റെ അച്ഛനും അമ്മയാ. നമസ്കാരം. നമസ്കാരം. അല്ല, പയ്യൻ വന്നില്ലേ? അവനിപ്പോ വരും. ജോലിയുടെ ആവശ്യത്തിന് ബാംഗ്ലൂർ പോയതാ. അവൻ വരൂന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത്ര നേരം കാത്തിരുന്നു. അവൻ വരാൻ ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഒരു എത്തും. ഓ അതെയല്ലേ, ശരി ശരി. മോൻ വന്നതിന് ശേഷം മോളും മോനും കൂടി ഒന്ന് സംസാരിക്കട്ടെ കുറച്ചു നേരം. അതിരിക്കട്ടെ, നിങ്ങളുടെ കുട്ടികള് ഇവരാ? ഇത് പൂർണ്ണി, അത് ഗീത. ചേച്ചി, ചേച്ചി ഒരു തവണ പയ്യനെ കണ്ടാലുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടാവും. ചേച്ചിയുടെ മോൾക്ക് പറ്റിയ ജോഡി തന്നെയാ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഈ ബന്ധം ഒന്ന് ശരിയായ മതിയായിരുന്നു. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ആകെ ഒരു ആവശ്യമുള്ളത് നല്ലൊരു കുടുംബത്തിലേക്ക് ഞങ്ങളുടെ മോള് കയറി ചെല്ലണമെന്നാ. അപ്പൊ ഇതാണോ പെണ്ണ്? ആ അതെ. മോള് ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. കല്യാണം കഴിഞ്ഞ ശേഷവും ഇവക്ക് പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവള് നന്നായിട്ട് പഠിച്ച് ഏതെങ്കിലും നല്ല ജോലിയിൽ കയറാൻ പറ്റും. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ഇവരുടെ ലൈഫ് നന്നായിരിക്കും. അത് ശരിയാ മോളെ. പെൺകുട്ടികളായി കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിന്ന് പഠിക്കണം. അതാ എന്റെ ശരി. ശരി ശരി, വരൂ, വന്നിരിക്കെ. വരൂ. सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। महालक्ष्मी देवताभ्यो नमः। लक्ष्मीं क्षीरसमुद्रराजतनयां श्रीरङ्गधामेश्वरीं दासीभूतसमस्तदेवनितां लोकैकदीपाङ्कुरां श्रीमन्मन्दकटाक्षलब्धविभवद्ब्रह्मेन्द्रगङ्गाधरां त्वां त्रैलोक्यकुटुम्बिनीं सरस्यां वन्दे सुन्दर्याम्। എടാ ബാലാജി, നിനക്കെന്താ പറ്റിയേ? എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ലടാ. എടാ എന്താടാ പറ്റിയേ? എപ്പോഴും ചിരിച്ചിട്ട് സന്തോഷമായിട്ടല്ലേ ഇരിക്കുക. പെട്ടെന്ന് എന്താ നീ ഇത്ര വിഷമത്തിലിരിക്കുന്ന? എനിക്ക് ദേഷ്യം വന്നിരിക്കുക, നീ ചുമ്മാതിരി. ഇവനിത് എന്താ പറ്റിയത്? त्वां त्रैलोक्यकुटुम्बिनीं सरस्यां वन्दे सुन्दर्याम्। हरिः ॐ हिरण्यवर्णां धरणीं सुवर्णरजतस्यां चन्द्रां हिरण्मयीं लक्ष्मीं जातवेदो ममावह तां महावहजातवेदो लक्ष्मीं मन्त्रगामिनीं तस्यां हिरण्यन्निन्देयीं गामस्वं पुरुषाणहम् अस्य पूर्वां प्रथमभ्यां हस्तिनादप्रबोधिनीं श्रीं देवीं तस्यै श्री महादेवी भूषितां तां रोष्णितां हिरण्यप्राकारामार्द्रां ज्वलन्तीं दुग्धां तर्पयन्तीं। പെൺകുട്ടിയുടെ അച്ഛനോട് വരാൻ പറയൂ. ദേ, ഒന്നിങ്ങോട്ട് വന്നേ. ആ അതേ വരുന്നു. ओम गणानां त्वा गणपतिं हवामहे कविं कवीनामुपमस्तमं जयश्रीराजं ब्रह्मणां ब्रह्मणस्पदानश्रीमन्मुखीरसादनं महागुरुवे नमः। महागुरुकृष्णगुरुदेवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः।
നാളെ ഞങ്ങളുടെ പെൺകുട്ടികളെയും ഒരു പയ്യന്റെ കയ്യില് ഭദ്രമായിട്ട് ഏൽപ്പിക്കാനുള്ളതല്ലേ. അത് കഴിയുമ്പോ ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലല്ലോ. മോളെ, എല്ലാവരോടും ആശീർവാദം വാങ്ങിയിട്ട് വന്നോളൂ. എടുത്തോളൂ. ഞങ്ങൾ രണ്ടുപേർക്കും ഇനിയും കല്യാണമായിട്ടില്ല. ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗധാമേശ്വരീം ദാസീഭൂതസമസ്ത. ഇനിയിപ്പോ താലി കെട്ടാനുള്ള സമയമായി. അതെ അതെ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്തു പറ്റി? എന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് എവിടെയാ വെച്ചെന്ന് ഓർക്കുന്നില്ലല്ലോ. എന്തു പറ്റി? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അല്ലടി, നീ എന്റെ കയ്യിൽ ബാഗ് കൊണ്ട് തന്നില്ലേ? അപ്പൊ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ ബാഗ് എവിടെ പോയിന്നറിയില്ല. എടാ നിക്ക്. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പണം ആ ബാഗിൽ വെച്ചത് നിങ്ങളും കണ്ടതല്ലേ? ഞാൻ ആ ബാഗ് തുറന്ന് പണം നിങ്ങളെയും കാണിച്ചു തന്നതല്ലേ? അപ്പൊ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അതെ, താലി കെട്ടുന്നതിന് മുൻപായിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. പൈസ ബാഗിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതോ ഇനി ബാഗിൽ പൈസ ഉള്ളതുപോലെ കാണിച്ചിട്ട് ഇപ്പോ നിന്ന് നാടകം കളിക്കുമല്ലോ ആണോ? ഇല്ലില്ല, ഞാൻ സത്യം തന്നെ പറയുന്നത്. ആ പണം അയ്യോ, വാ, എന്നാ നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. ഇനി അമ്മ എങ്ങനെ അടിച്ചു മാറ്റിയതായിരിക്കോ? ഏയ്, ചില്ലറ മോഷണമൊക്കെ ഉണ്ടെങ്കിലും അത്രയും ദൂരം പോയി പൈസ എടുക്കാൻ പോകുന്നില്ല. പാവം, പൈസ എങ്ങനെ പോയോ? ഇനി എന്താ നടക്കാൻ പോകുന്നതെന്തോ. അതെവിടെയും കാണുന്നില്ല. നിങ്ങളുടെ പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരാം. കല്യാണം മുടക്കരുത്. മുഹൂർത്തം കഴിയാറായി. ദാ നോക്ക്, നാടകമൊന്നും ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് എന്റെ അടുത്തോട്ട്. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പണം തീർച്ചയായിട്ടും കാണാതെ പോയതാ. നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. ആഹാ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ ഇല്ലെന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറപ്പില്ല. ഇനി നിങ്ങളെങ്ങാനും പോലീസിനെ കൂട്ടി വന്നിട്ട് പൈസ കണ്ടുപിടിച്ച് അതിനുശേഷം സ്ത്രീധനം ചോദിച്ച് ഞാൻ നിങ്ങളെ വിരട്ടിയെന്നും പറഞ്ഞ് എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാനുള്ള എന്തൊരു പദ്ധതിയായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ഇമ്മാരി പണിയൊന്നും ഇവിടെ നടക്കില്ലടോ. മുൻകൂർ പൈസ തരുവാണെങ്കിൽ ദേ ഇപ്പൊ താലി കിട്ടും. ദയവേത്, ഇതെന്റെ മോളുടെ ജീവിത പ്രശ്നമാണ്. നിങ്ങളൊന്ന് മനസ്സ് വെക്കണം. അങ്ങനെ മനസ്സ് വെക്കാനായിട്ടേ ഇതേ 5ഉം 10ഉം രൂപയൊന്നുമല്ലല്ലോ. പ്ലീസ് സാർ, എന്റെ മോളുടെ ജീവിതം ഇത്. അതൊന്നും മനസ്സിലാക്കി നിങ്ങള്. സാർ, അവര് പാവങ്ങളാ. ഒരു പെൺകുട്ടിയുടെ ജീവിതകാര്യമല്ലേ ഇത്? എന്തൊക്കെയായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറേണ്ട കുട്ടിയല്ലേ? ഇതുപോലൊരു കള്ളത്തരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിച്ചിട്ട് ഈ പെണ്ണിനെ എന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് അയക്കാന്ന് വെച്ചാ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാവരും കൂടി നാടകം കളിക്കുമായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാ, പൈസയുടെ കാര്യത്തിൽ ഞാൻ കീർത്തിയാവുന്ന. ഇപ്പൊ പൈസയാണോ മുഖ്യം? അവരുടെ രണ്ടുപേരുടെയും ജീവിതമല്ലേ മുഖ്യം? ആ, ഈ പറയുന്നൊക്കെ ശരിയാ മോളെ. പക്ഷെ എന്തായാലും പൈസ വേണം. ഒരു 5 മിനിറ്റ് താ സാർ. ഒരു തവണ കൂടി എല്ലാരും നോക്കാം.
പക്ഷേ പൈസ കയ്യിൽ കിട്ടിയാലും ഇല്ലെങ്കിലും താലി കെട്ടാൻ സമ്മതിക്കും സാർ. പാവല്ലേ അവര്. പൈസ വന്നാ മാത്രം അവൻ താലി കിട്ടുള്ളൂ. എല്ലാവരും ഒരു തവണ കൂടി അന്വേഷിച്ചു നോക്ക്. എവിടെയാ വെച്ചത്? ആർക്കെങ്കിലും കൊടുത്തോ? ഇല്ല മോളെ, കുറച്ചു നേരം മുമ്പ് ഗസ്റ്റ് ഒക്കെ വന്നപ്പോ അവരെ സ്വീകരിക്കാൻ ഞാൻ അങ്ങോട്ടൊന്ന് മാറി. അപ്പോഴും ബാഗ് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചടങ്ങിന് വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അതിന്റെ ഇടയിൽ എവിടെയാ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ശരി ശരി, എല്ലാരും നോക്ക്. ഞങ്ങൾ ഇവിടേക്ക് നോക്കാം. എടാ ബാലജി വാടാ പോയി നോക്കാം. അമ്മ ഇരിപ്പുണ്ട്. നമ്മൾ വെറുതെ നാണം കിടന്നു. അമ്മേ, ആ അതെവിടെ പോയതായിരിക്കും? ആർക്കറിയാം. എടി ദുഷ്ടത്തി, ഇവളത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. സാർ, നിങ്ങളുടെ പണം സാർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ലേ അത്? ആ, 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 അത് തന്നെയാ മോളെ. ആ, ഇത് തന്നെയാ മോളെ. ഒരുപാട് നന്ദി മോളെ. എന്റെ മോളുടെ ജീവിതമാണ് നീ കാത്തത്. അയ്യോ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല സാർ. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? എനിക്ക് ഒരു പ്രശ്നമില്ല മോളെ. ഞാനിതൊക്കെ ആദ്യമേ പറഞ്ഞതല്ലേ. എന്തായാലും ഇപ്പൊ പൈസ വന്നല്ലോ. നിങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വാ. മോനെ, നീ താലി കെട്ടണം. ഓം മാംഗല്യം തന്തുനാ നേന മമ ജീവന ഹേതുനാ കണ്ഠേ ബധ്നാമി ശുഭഗേ ത്വം ജീവ ശരദാം ശതം മാംഗല്യധാരണ മുഹൂർത്തസ്സു മുഹൂർത്തോസ്തു. ഓം ധ്രുവം തേ രാജാവരണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം തൈന്ദ്രസ്യാഗ്നിശ്ചരാ സ്കന്ധാരേതാം ധ്രുവം ശതമാനം ഭവതി സദാ യുക്തേന്ദ്രിയ ആയുഷ്യേന്ദ്രിയേ പ്രത്യഭിഷതി. എല്ലാ കുട്ടികാരനും വാ വാ, ഇവിടെ ഇരിക്കെ. അയ്യോ, ഇതെന്താ നിങ്ങള് ചായ കൊണ്ടിരുന്നെ? അതിലിപ്പോ എന്താ ഉള്ളത്? എടുക്ക് മോനെ. ശരിക്കും ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കേണ്ട കാര്യമല്ലേ? എങ്കിലും ഒരു കുറവും ഉണ്ടാവരുതെന്ന് കരുതിയാ ഇവിടെ ഏർപ്പാട് ചെയ്തത്. ചേച്ചി, അതിന് നമ്മളിത് വീട്ടിൽ വെച്ച് നടത്തുന്ന ചടങ്ങൊന്നും അല്ലല്ലോ. ഫ്രണ്ട്ലി ആയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ വന്നത്. ഇതിലെന്താ തെറ്റ്? ഈ കാലത്തെ എല്ലാ പെണ്ണുകാണൽ ചടങ്ങേ ഇങ്ങനെയൊക്കെയാ നടക്കുന്നത്. പെണ്ണും ചെക്കനും ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ പോയി കണ്ടിട്ടെ മനസ്സ് തുറന്ന് സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവര് കല്യാണം നടത്തും. അതിനെ വെച്ച് നോക്കുമ്പോ ഇതല്ലേ നല്ലത്? അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ചല്ലേ പെണ്ണ് കാണുന്നത്. ആ, അത് ശരി തന്നെയാ. ഇത് എന്റെ മോൻ വസന്ത്. നമസ്കാരം. നമസ്കാരം മോനെ. ആ, നിങ്ങൾ ഇരിക്കെ. ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. ഗീത, ചേച്ചി ഇങ്ങോട്ടേക്ക് വിളിക്കേ. ഏയ്, നീ പേടിക്കാതിരിക്കെ. നിന്നെ പെണ്ണ് കാണാൻ വന്നാന്ന് വിചാരിക്കണ്ട. ജസ്റ്റ് ഫ്രണ്ട്ലി മീറ്റിംഗ്. ഇഷ്ടപ്പെട്ടാ ഓക്കെ, ഇഷ്ടമില്ലെങ്കിൽ ബായ്. ഓക്കെ അല്ലേ? അതിൽ കൂടുതലൊന്നും നീ ഇങ്ങനെ ആലോചിക്കണ്ട. വാ. ഇതെന്റെ മൂത്ത മോള് പൂർണിമ. നമസ്കാരം. ഇത് ഇളയ മകള് ഗീത. ഹായ്. രണ്ടുപേരും പ്രായത്തിൽ വലിയ വ്യത്യാസമില്ലാന്ന് തോന്നുന്നു. ആ അതെ, 1 വയസ്സ് വ്യത്യാസേ ഉള്ളൂ. പൂർണിമ, മോൾ ഏതുവരെ പഠിച്ചു? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഓ, ഒരിക്കൽ മോള് പറഞ്ഞതായിരുന്നു, ഞാനത് മറന്നുപോയതാ. പൂർണിമ, ഇതാണ് വസന്ത്. ഹായ്. ഹായ്. ചേച്ചി, നമ്മൾ എല്ലാരും ഇവിടെ നിൽക്കുമ്പോ ഇവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
നമുക്ക് അങ്ങോട്ട് മാറിയാലോ? നോ 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 നോ, നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഹായ്, എൻ്റെ പേര് ഓൾറെഡി അവർ പറഞ്ഞല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് പെണ്ണ് കാണാൻ വരുന്നത്.